ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് അറ്റ്മോസ്ഫിയർ എന്നതാണ്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വളരെ അത്യാവശ്യമുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്നാണ് എയർ എന്നത്. അതായത് നമുക്ക് ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ശ്വസന പ്രക്രിയയ്ക്ക് സഹായമാകുന്ന എന്താണ് നമ്മുടെ ഭൂമിയിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ ഇന്ന് യൂണിക് ആയിട്ട് വേർതിരിച്ചു നിർത്തുന്ന പ്രത്യേകത എന്താണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നോക്കുന്നത്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ, അതായത് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ശ്വസിക്കുന്നതിന് ജീവിക്കാൻ ആവശ്യമായ ജീവശ്വാസം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ അല്ലെ എയറിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയർ എന്നത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ സ്പർശിക്കാനോ കഴിയാത്ത ഒരു പ്രത്യേക അവസ്ഥ. അപ്പൊ ഈ അറ്റ്മോസ്ഫിയർ എന്നാൽ എന്താണ്, ഇതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഇതിന് മാത്രം പ്രത്യേകത ഉള്ളത് എന്നാണ് നമ്മൾ ശരിക്കും ഈ അറ്റ്മോസ്ഫിയർ എന്ന ചാപ്റ്ററിലൂടെ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയെ ചുറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ കവർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് പൊതിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ എർത്തിനെ, നമ്മുടെ ഭൂമിയെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വായുമണ്ഡലം, ഈ അതായത് അദൃശ്യമാണ്, ശരിക്കും നമുക്ക് കാണാൻ കഴിയാത്ത എങ്കിലും ഭൂമിയെ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു വായുമണ്ഡലം. ഈ വായുമണ്ഡലമാണ് ശരിക്കും നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വായുമണ്ഡലം എന്ന് പറയുമ്പോൾ അതിന്റെ കമ്പോണൻസ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഈ വായുമണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ എർത്തിന്റെ ഒരു പ്രത്യേക അതെയാണിത്. അപ്പൊ ഈ എയർ എന്നത്, നമുക്കറിയാം, എയർ എന്നത് പ്രത്യേകിച്ചും സ്വതന്ത്രമായ ഒരു ഘടകമാണ്. അപ്പൊ ഈ സ്വതന്ത്രമായ ഈ എയറിനെ എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ എർത്തിൽ നിന്ന്, അല്ലെ ഭൂമിയിൽ നിന്ന് ഇത് പുറത്തേക്ക് പോകാതെ, അല്ലെങ്കിൽ ഇത് എർത്തിന്റെ എപ്പോഴും കവർ ചെയ്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും എന്താ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളുടെ എർത്ത് ഈ അറ്റ്മോസ്ഫിയറിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? അതായത് നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ശരിക്കും ഈ അറ്റ്മോസ്ഫിയറിനെ നമ്മുടെ എർത്തിന് ചുറ്റും, അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ സംരക്ഷിക്കപ്പെടുത്തി നിർത്തിയിട്ടുള്ളത്. അപ്പൊ ആ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഈ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ എർത്ത് ഈ അറ്റ്മോസ്ഫിയറിനെ, അല്ലെങ്കിൽ ഈ വായുമണ്ഡലത്തെ എർത്തിന് ചുറ്റും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഈ വായുമണ്ഡലം അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു സംഭവിക്കാന്ന്? ഒന്ന് നമുക്കറിയാം, നമുക്ക് ശ്വസിക്കാതെ, അല്ലെങ്കിൽ ജീവശ്വാസത്തിന് വേണ്ടി നമുക്ക് എയർ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തത്, ഈ അറ്റ്മോസ്ഫിയർ നമ്മുടെ എർത്തിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് പകലിലെ ചൂടുകൊണ്ട്, ഇപ്പൊ നമുക്ക് പകൽ അനുഭവപ്പെടുന്ന ചൂടുകൊണ്ട് ശരിക്കും ഒരു എന്താ, നമ്മളൊക്കെ ഫ്രൈ ചെയ്ത അവസ്ഥയായി പോകുമായിരുന്നു. എന്നുവെച്ചാൽ അത്രയ്ക്കും ചൂട് നമ്മുടെ എർത്തിനെ ഈ സൂര്യപ്രകാശം കൊണ്ട് നമ്മളൊക്കെ ഫ്രൈ ചെയ്യപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അതുപോലെ തന്നെ രാത്രിയിലെ അതികഠിനമായ തണുപ്പ് നമുക്ക് അനുഭവപ്പെട്ടേനെ. ഈ രണ്ട് അവസ്ഥകളിൽ നിന്നും നോർമൽ ആയിട്ട്, അതായത് ഒരുപാട് ചൂടില്ലാതെയും ഒരുപാട് തണുപ്പില്ലാതെയും നമ്മുടെ എർത്തിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഈ അറ്റ്മോസ്ഫിയർ ആണ്. അതായത് ഈ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ വായുമണ്ഡലത്തിൽ അടങ്ങിയിരിക്കുന്ന കണികകൾ. ഇപ്പൊ പലതരത്തിലുള്ള അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ വായുമണ്ഡലം എന്ന് പറയുന്ന ഈ ഇതിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പലതരത്തിലുള്ള എയർ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഗ്യാസ് ആണ്. പലതരത്തിലുള്ള ഗ്യാസസ്, അതായത് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഹീലിയം, ആർഗൺ, അങ്ങനെയുള്ള ചില വാതകങ്ങളും കൂടെ. അപ്പൊ ഇത്തരത്തിലുള്ള വാതകങ്ങളും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങള്, വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ ബാഷ്പബിന്ദുക്കള്, ഇങ്ങനെ ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വായുമണ്ഡലം. അപ്പൊ ഈ വായുമണ്ഡലത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ വാട്ടർ വേപ്പറും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിളും ഒക്കെ നമ്മുടെ എർത്തിനെ
ഈ വലിയ കഠിനമായ ചൂടിൽ നിന്നും അതുപോലെ തന്നെ കഠിനമായ തണുപ്പുണ്ടാകലിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. കാരണം സൂര്യരശ്മികൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പാർട്ടിക്കിൾസ്, ഈ വാട്ടർ വേപ്പറും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസിലും ഒക്കെ തട്ടി റിഫ്ലക്ട് ചെയ്തു പോകുന്നുണ്ട്. നല്ലൊരു ശതമാനം സൂര്യരശ്മി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് ശതമാനം മാത്രമാണ് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കാൻ ഈ അറ്റ്മോസ്ഫിയർ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ അറ്റ്മോസ്ഫിയറിന്റെ ഈ ഒരു സംരക്ഷണം കൊണ്ടാണ് നമ്മുടെ എർത്തിന് ഒരുപാട് അതായത് പകൽ സമയത്തെ വെയിൽ കൊണ്ട് ഒരുപാട് ചൂടാകാതെയും രാത്രിയിൽ തണുപ്പ് കൊണ്ട് ഒത്തിരി തണുത്തു പോകാതെയും ഒക്കെ നമ്മുടെ എർത്തിനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഭൂമിയിൽ ഈ വായു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. അതായത് ലൈഫിന്റെ എക്സിസ്റ്റൻസിന് തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ എയർ, അതായത് ഓക്സിജന്, കാർബൺ ഡയോക്സൈഡ് എന്നീ വാതകങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ എർത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി ഈ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഈ വായുമണ്ഡലത്തെ ഇതിന്റെ ഘടകങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഇതിന്റെ ഘടന അനുസരിച്ച് നമ്മൾ പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല ലെയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ലെയറുകളെന്നും ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ശരിക്കും ആദ്യം നോക്കുന്നത്. അപ്പോ ഈ അറ്റ്മോസ്ഫിയറിനെ ശരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വായുമണ്ഡലം എന്ന് പറയുന്നത് ഏകദേശം ഭൂമിയിൽ നിന്നും 1600 കിലോമീറ്ററോളം ദൂരത്തില്, അതായത് നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും 1600 കിലോമീറ്റർ ഉയരത്തിൽ വരെയും ഈ അറ്റ്മോസ്ഫിയർ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കാണപ്പെടുന്ന അറ്റ്മോസ്ഫിയറിലെ 90% കണ്ടൻസ്, അതായത് എയർ പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും എല്ലാം ഏറ്റവും കൂടുതലായി, അതായത് അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന ഈ പലതരത്തിലുള്ള ഗ്യാസും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും എല്ലാം, ഇതിന്റെ എല്ലാം 90%-ഓളം ആദ്യത്തെ 20 കിലോമീറ്റർ വരെയുള്ള ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും തിക്കായിട്ട് ഈ ഡസ്റ്റ് പാർട്ടിക്കിളും എയറും ഒക്കെ കാണുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററോളം വരെയും നല്ല തിക്കായിട്ട് തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അതിനുശേഷം പിന്നെ വളരെ തിന്നായിട്ടുള്ള ലെയറാണ്, അതായത് ഈ ഡസ്റ്റ് പാർട്ടിക്കിളും ഗ്യാസിന്റെ പ്രസൻസും ഒക്കെ വളരെ കുറച്ച് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ഈ 1600 കിലോമീറ്ററോളം ഉയരത്തിൽ വരെ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഇത്രയും കിലോമീറ്റർ ഭാഗത്തെയാണ് നമ്മൾ ശരിക്കും പല ലെയറുകളായിട്ട് തിരിച്ചു കണക്കാക്കുന്നത്. അതിൽ ഒന്നാമത്തെ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. ഒന്നാമത്തെ ലെയറിന് സ്ട്രാറ്റോസ്ഫിയർ എന്നാണ് അറിയിപ്പെന്ന് പറയുന്നത്. ഈ ഒന്നാമത്തെ ലെയറാണ് ഏറ്റവും തിക്കായിട്ടുള്ള ലെയർ. അതായത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരത്തോളം വരുന്ന ഭാഗത്തെയാണ്, അതായത് ഭൂമിയിൽ നിന്നും 12 കിലോമീറ്ററോളം ഉയരത്തിൽ ഉള്ള ഭാഗത്തെയാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ ഡസ്റ്റ് പാർട്ടികളും അതുപോലെ എയർ എന്ന് പറയുമ്പോൾ ഗ്യാസസ്, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, അങ്ങനെ എല്ലാ വാതകങ്ങളും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും എല്ലാം കാണപ്പെടുന്നത് ഈ ആദ്യത്തെ ലെയറിലാണ്. അപ്പോൾ ഈ ആദ്യത്തെ ലെയറിന്റെ പ്രത്യേകതയാണ് ഏറ്റവും തിക്കായിട്ടുള്ള ലെയറാണ് ഒന്നാമത്തെ ലെയർ. അപ്പൊ ഈ ഒന്നാമത്തെ ലെയറിൽ നമുക്ക് നോർമൽ ആയിട്ട് അതുകൊണ്ട് ശ്വാസം എടുക്കുന്നതിനൊക്കെ സാധിക്കും. കാരണം ഇതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നല്ല ഡെൻസ് ആയിട്ട് തന്നെ, നല്ല തിക്കായിട്ട് തന്നെ ഈ ഗ്യാസസ്, വാതകങ്ങളെല്ലാം ഈ ഒന്നാമത്തെ ലെയറിലുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ ലെയറിന്റെ പ്രത്യേകതയാണ് ഈ നോർമലായിട്ട് നമുക്ക് ശ്വാസം എടുക്കാനും അതായത് ഒരു നോർമൽ പ്രോസസ്സ്, നമുക്ക് ശ്വാസം എടുക്കുന്ന നോർമൽ പ്രോസസ്സിന് അതിന് ഓക്സിജന്റെ സഹായമൊന്നും ആവശ്യമില്ലാതെ നോർമലായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമ്മുടെ ഒന്നാമത്തെ ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഈ ട്രോപ്പോസ്ഫിയർ അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിലേക്ക് എത്തുന്ന സൂര്യരശ്മികളെ ട്രോപ്പോസ്ഫിയർ മാക്സിമം അബ്സോർബ് ചെയ്യുന്നുണ്ട് നമ്മുടെ എർത്തിനെ വാമായിട്ട് വെക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആവശ്യത്തിനുള്ള
സൂര്യരശ്മികൾ നമ്മുടെ എർത്തിലേക്ക് എത്താനും അതുപോലെ തന്നെ അതിനെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ഒന്നാമത്തെ ലെയർ. ഇനി ഈ ലെയർ അറ്റ്മോസ്ഫിയറിന്റെ വിവിധ ലെയറുകളെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാറുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഭൂമിയിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക്, അതായത് ഓരോ 165 മീറ്ററിലും ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് 165 മീറ്റർ വരെയും എത്ര ടെമ്പറേച്ചർ ആണോ അത് കഴിഞ്ഞ് 165 മീറ്ററിന് ശേഷം വീണ്ടും ഉയരം കൂടുമ്പോൾ ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ ഓരോ ഡിഗ്രിയും കുറഞ്ഞുകൊണ്ടായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ ആണ് നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ, അതായത് ഓരോ 165 മീറ്ററിലും ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ കുന്ന് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മലയോരങ്ങളിലൊക്കെ താമസിക്കുന്ന ഹിമാലയം പോലെയുള്ള റീജിയനിലൊക്കെ എപ്പോഴും ടെമ്പറേച്ചർ വളരെ താഴ്ന്നു കാണപ്പെടുന്നത്. കാരണം ഭൂമിയിൽ നിന്നുള്ള ഉയരം കൂടുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിലും ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന് നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഉയരം കൂടുതലുള്ള ഭാഗങ്ങളിൽ തണുപ്പ് കൂടുതലാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ലെയർ ആണ്. രണ്ടാമത്തെ ലെയർ സ്ട്രാറ്റോസ്ഫിയർ എന്നാണ് രണ്ടാമത്തെ ലെയറിന്റെ പേര്. ഇപ്പൊ ഈ 12 കിലോമീറ്റർ മുതൽ, അതായത് ഭൂമിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ വരെയും നമ്മൾ ഒന്നാമത്തെ ലെയറായ ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി ആ 12 കിലോമീറ്റർ മുതൽ ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗത്ത് ത്തെയാണ് നമ്മൾ ശരിക്കും ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത നല്ല തെളിഞ്ഞ ആകാശം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തെളിഞ്ഞ ആകാശം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ലെയറിനകത്ത് നമ്മൾ കണ്ടു എല്ലാ തരത്തിലുള്ള നാച്ചുറൽ ഫിനോമോൺസും, അതായത് ഡസ്റ്റ് പാർട്ടിക്കിള്, അതുപോലെ തന്നെ വാട്ടർ വേപ്പർ, ക്ലൗഡ്, അതായത് മേഘങ്ങള്, ഇതെല്ലാം ഒന്നാമത്തെ ലെയറിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയറിൽ വാട്ടർ വേപ്പറിന്റെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. വാട്ടർ വേപ്പറിന്റെ സാന്നിധ്യം വളരെ കുറവാണ്. അതുകൊണ്ട് നല്ല തെളിഞ്ഞ ആകാശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ ഒരു പ്രതലം നമുക്ക് എയർക്രാഫ്റ്റുകൾ, അതായത് ശരിക്കും ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾ, അതായത് നമുക്ക് ഫ്ലൈയിങ് കണ്ടീഷൻസ് വേണ്ടി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെയർ ആണ് ഈ സ്ട്രാറ്റോസ്ഫിയർ. കാരണം ഇവിടെ മേഘങ്ങളോ ഒന്നും കാണപ്പെടാത്ത ഒരു ലെയർ ആണ് രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ നമ്മൾ നമ്മുടെ സഞ്ചാരത്തിന് ട്രാവലിങ്ങിന് ആവശ്യമായ ട്രാവൽ ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ, അതായത് എയ്റോപ്ലെയിൻ പോലുള്ള ഇതൊക്കെ സഞ്ചരിക്കുന്നത് ഈ രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. കാരണം ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. ഇനി ഈ മൂന്നാമത്തെ ലെയറിന് മീസോസ്ഫിയർ എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ലെയറിന് മീസോസ്ഫിയർ എന്ന്, അതായത് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയുള്ള ഉയരത്തിൽ. അപ്പൊ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ട്രോപ്പോസ്ഫിയറും അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ 50 കിലോമീറ്റർ വരെയും, ഈ 50 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗം, അതായത് 50 മുതൽ 80 കിലോമീറ്റർ ഉയരം വരെയുള്ള ഭാഗത്തെ നമ്മൾ മീസോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മീസോസ്ഫിയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ടെമ്പറേച്ചർ വളരെ ഡിക്രീസ് ആവുന്ന ഒരു ഏരിയയാണ്. അതായത് ടെമ്പറേച്ചർ ലെവൽ വളരെ കുറവുള്ള ഒരു ഭാഗമാണ് മീസോസ്ഫിയർ. ഇനി മാത്രമല്ല, ഈ മീസോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മീസോസ്ഫിയറിലാണ് ഓസോൺ പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത്. ഓസോൺ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറയാറുള്ള ഓസോൺ ലെയർ, അതായത് നമ്മുടെ എർത്തിനെ അൾട്രാവയലറ്റ് പോലെയുള്ള വളരെ റേഡിയേഷൻ, അതായത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൂര്യരശ്മികളിൽ നിന്ന് നമ്മുടെ എർത്തിനെ സംരക്ഷിക്കുന്ന ഓസോൺ ലെയർ എന്ന് പറയുന്നത് ഈ മീസോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഓസോൺ ലെയറിന്റെ ഓസോൺ ലെയർ കാണപ്പെടുന്നു എന്നതാണ് ഈ മീസോസ്ഫിയറിന്റെ ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ നമുക്കറിയാം ഓസോൺ ലെയർ ആണ് നമ്മുടെ എർത്തിനെ
അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നത്. കാരണം അൾട്രാവയലറ്റ് രശ്മികളൊക്കെ നമ്മുടെ എർത്തിലേക്ക് ഭൂമിയിലേക്ക് പതിക്കുന്നത് വളരെയധികം ഡേഞ്ചറാണ്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിൽ എത്താതെ തടയുന്ന ലെയറാണ് ഓസോൺ ലെയർ എന്ന്. അതായത് ഓസോണുകൾ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ഓക്സിജന്റെ റാഡിക്കൽസ്. അപ്പൊ ഈ ഓസോൺ ലെയർ ആണ് നമ്മുടെ എർത്തിനെ സംരക്ഷിക്കുന്നത്. ഇനി അടുത്തത് 4ാമത്തെ ലെയർ ആണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ 80 കിലോമീറ്റർ മുതൽ ഏകദേശം 700 കിലോമീറ്റർ വരെയുള്ള ഭാഗത്തെയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ തെർമോസ്ഫിയർ ആണ് എയർ വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ ആണ് ഈ തെർമോസ്ഫിയർ. അതായത് എയർ വളരെ കുറച്ച് മാത്രം. നമുക്കറിയാം ഏകദേശം 90% ഗ്യാസസും മറ്റ് പാർട്ടിക്കിൾസും ഒക്കെ ആദ്യ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നതും ഈ മുകളിലേക്കുള്ള ലെയറുകൾ വളരെ തിന്നായിട്ടുള്ള ലെയർ, അതായത് ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഗ്യാസസിന്റെ ആണെങ്കിലും അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന എല്ലാ പാർട്ടിക്കിൾസും വളരെ തിന്നായിട്ട് മാത്രം കാണപ്പെടുന്ന ലെയറുകളാണ് ഈ ഔട്ടർ ലെയറുകൾ, അതായത് നമ്മൾ പറയുന്ന തെർമോസ്ഫിയർ. അപ്പൊ ഏകദേശം 80 കിലോമീറ്റർ മുതൽ 700 കിലോമീറ്റർ വരെയുള്ള ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന പേര് തെർമോസ്ഫിയർ എന്നാണ്. ഈ തെർമോസ്ഫിയറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. തെർമോസ്ഫിയറിൽ അയോൺസ് കാണപ്പെടുന്നുണ്ട്. അയോൺസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജ്ഡ് അയോൺസ് എന്നാണ് പറയുന്നത്. ചാർജ്ഡ് അയോൺസ്, അതായത് ഇലക്ട്രിക്കലി ചാർജ്ഡ് അയോൺസ്. ഈ ഇലക്ട്രിക്കലി ചാർജ്ഡ് അയോൺസ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെയറിനെ അയണോസ്ഫിയർ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതായത് ഈ തെർമോസ്ഫിയറിന്റെ മറ്റൊരു പേരാണ് അയണോസ്ഫിയർ. അതായത് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസുകൾ കാണപ്പെടുന്ന ലെയർ ആണ് ഈ തെർമോസ്ഫിയർ. അപ്പൊ ഈ തെർമോസ്ഫിയറിന്റെ പ്രത്യേകതയാണ് ഈ അയോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ സഹായിക്കുന്ന ഈ അയോൺസ് അല്ലെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ വയർലെസ് കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ വയർലെസ് കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ലെയർ ആണ് ഈ തെർമോസ്ഫിയർ. അപ്പൊ ഈ ലെയറിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞു അയോൺസ് കാണപ്പെടുന്നതുകൊണ്ട് അയണോസ്ഫിയർ എന്ന്. ഈ ഒരു തെർമോസ്ഫിയറിന്റെ പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ ഈ തെർമോസ്ഫിയറിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ലെയർ കൂടിയാണ് തെർമോസ്ഫിയർ. അപ്പൊ നമ്മൾ പറഞ്ഞു മീസോസ്ഫിയർ ആണെങ്കിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണ്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് തെർമോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടി കൂടി വരുന്ന അതുകൊണ്ടാണ് നമുക്കറിയാം ലൈറ്റനിങ് പോലെയുള്ള അതായത് ഇടിമിന്നല്. ഇപ്പൊ ഇടിമിന്നല് പോലുള്ള പ്രതിഭാസങ്ങൾക്കൊക്കെ കാരണം ഇത്തരം ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസുകളുണ്ട്. അപ്പൊ അതും ഈ ഒരു ലെയറിന്റെ പ്രത്യേകതയാണ്. നമ്മൾ അതിനകത്ത് ആദ്യം പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ മീസോസ്ഫിയറിനകത്ത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്തു വരുന്നത്, അതായത് കുറഞ്ഞു വരുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന ധൂമകേതുക്കൾ എന്ന് പറയുന്ന ഈ ഉൽക്കകളൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എൻ്റർ ചെയ്യുമ്പോൾ ഈ മീസോസ്ഫിയർ വരെ എത്തിക്കഴിയുമ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കിൾസ് അതല്ലെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം കൊണ്ട് ഇത് കത്തി തീർന്നു പോകുന്നതിന്റെ ഒരു കാരണമുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ. അപ്പൊ ഈ മീസോസ്ഫിയറും അതുപോലെ തന്നെ തെർമോസ്ഫിയറും ഒക്കെ വളരെ വൈറ്റൽ ആയിട്ടുള്ള റോള് ഇതിനെ സ്ഥിതി ചെയ്യുന്നതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ലെയർ ആണ് എക്സോസ്ഫിയർ. അതായത് അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും ഔട്ടർ ലെയറിനാണ് നമ്മൾ എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. 700 കിലോമീറ്റർ മുതൽ 1600 കിലോമീറ്റർ വരെയും വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ കാണപ്പെടുന്നുണ്ട്. ഈ തിന്നായിട്ടുള്ള വളരെ ചെറിയ വളരെ നേർത്ത ഒരു പാളിയാണ് ഈ എക്സോസ്ഫിയർ. അപ്പോൾ ഈ എക്സോസ്ഫിയറിനെ നമ്മൾ ഏറ്റവും ഔട്ടർ ലെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം വാതകങ്ങളും അതുപോലെ പാർട്ടിക്കിൾസും ഒക്കെ കാണപ്പെടുന്ന ലെയർ ആണ് എക്സോസ്ഫിയർ. ഇനി ഈ
ഈ ലെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവില് മറ്റ് വാതകങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിലും ഹീലിയവും ഹൈഡ്രജനും പോലെയുള്ള വാതകങ്ങൾ കാണപ്പെടുന്ന ലെയറാണ് ഈ എക്സോസ്ഫിയർ. ഇനി കമ്പോണൻസ് ഓഫ് ദി എയർ എന്ന് വെച്ചാൽ ഈ എയറിന്റെ എന്തൊക്കെയാണ് ഈ എയറിൽ അടങ്ങിയിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എയർ എന്നോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്നോ പറയുമ്പോൾ അതിൻ്റെ അകത്തെ എന്തൊക്കെ ഘടകങ്ങളാണുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പലതരത്തിലുള്ള വാതകങ്ങൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്യാസസ്, വാട്ടർ വേപ്പർ, അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, സ്മോക്ക്, ഇതെല്ലാം അടങ്ങിയതാണ് ശരിക്കും നമ്മൾ പറയുന്ന ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിൽ ഇതിന്റെ ഓരോന്നിന്റെയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യം എന്താണെന്ന്. അപ്പോ ഈ ഒന്നാമത്തേത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്യാസസ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്യാസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വാതകങ്ങളാണെന്ന് നമുക്കറിയാം. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വാതകം നൈട്രജൻ ആണ്. ഈ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളിൽ 78% അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ ആണ്. ശരിക്കും നൈട്രജൻ കൊണ്ട് നമുക്ക് നേരിട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് നമ്മൾ സാധാരണ, അതായത് നമുക്ക് ശ്വസിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്കൊന്നും നൈട്രജന് ഡയറക്റ്റ് ആയിട്ട് പങ്കൊന്നുമില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് നൈട്രജൻ വളരെ അത്യാവശ്യമുള്ള ഘടകമാണ്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ സസ്യങ്ങള് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഈ നൈട്രജൻ എന്ന് പറയുന്ന വാതകം മണ്ണിൽ നിന്ന് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്. ഈ നൈട്രജൻ എന്ന വാതകത്തെ വലിച്ചെടുത്തിട്ടാണ് പിന്നീട് അതിനെ പ്രോസസ്സുകളിലൂടെ പ്രോട്ടീൻ ഒക്കെ ആക്കി മാറ്റുന്നത്. അതായത് നമുക്ക് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ, വളർച്ചയ്ക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ പ്രോട്ടീൻ, അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ആണ് ഈ ഭൂമിയിലെ നൈട്രജൻ. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഈ നൈട്രജൻ, അതായത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലും നമ്മുടെ ശരീരത്തിലും ഈ നൈട്രജൻ പ്രവേശിക്കുന്നുണ്ടെങ്കിലും അതൊരു യാതൊരു പ്രതികരണങ്ങളും ഉണ്ടാക്കാത്ത ഒരു ഗ്യാസാണ്, വാതകമാണ്. പക്ഷെ ഭൂമിയിൽ സസ്യങ്ങൾ ഈ നൈട്രജൻ വലിച്ചെടുത്ത്, അതായത് മണ്ണിൽ നിന്നും നൈട്രജൻ വലിച്ചെടുത്ത് പിന്നീട് അതിനെ പ്രോട്ടീനാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ പ്രോട്ടീൻ നമുക്ക് വളരെ ആവശ്യമാണ്. ഇനി രണ്ടാമത്തത് ഓക്സിജൻ ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാതകമാണ് ഓക്സിജൻ. നമുക്കറിയാം നമ്മൾ ജീവവായു എന്ന് വിളിക്കുന്നത് തന്നെ ഓക്സിജൻ ആണ്. ശ്വാസം എടുക്കുന്നത്, അതായത് ശ്വസന പ്രക്രിയയ്ക്കും നമ്മുടെ ശരീരത്തിന്റെ എനർജി പ്രൊഡക്ഷനും ഒക്കെ നമുക്ക് വളരെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തത് ഓക്സിജൻ നമുക്ക് ആവശ്യമുള്ളത് ശ്വസന പ്രക്രിയയ്ക്കാണ്. അപ്പോൾ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ ശരിക്കും നമ്മുടെ ശ്വസന പ്രക്രിയയിൽ നമ്മൾ കാണാറുള്ളത്. ഈ ഓക്സിജൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും എത്തി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ എനർജി പ്രൊഡക്ഷന് വേണ്ടി വളരെ ആവശ്യമുള്ള ഒരു ഗ്യാസ് ആണ് നമ്മുടെ ഓക്സിജൻ. അതുപോലെ തന്നെ ഭൂമിയിൽ നമുക്ക് ജ്വലന പ്രക്രിയയ്ക്ക്, ജ്വലനം എന്ന് പറയുമ്പോൾ തീ കത്തണമെങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. ഓക്സിജന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും തീ കത്തുന്നില്ലെന്നാണ്. അപ്പൊ ജ്വലന പ്രക്രിയയ്ക്കും വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് ഓക്സിജൻ. അപ്പോ അറ്റ്മോസ്ഫിയറിൽ 21% ഓക്സിജന്റെ പ്രസന്റ് ആയിട്ടുള്ളത്. അതായത് ഓക്സിജന്റെ പ്രസൻസ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള വാതകങ്ങളിൽ 78% നൈട്രജനും 21% ഓക്സിജനുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് നമുക്കറിയാം, നമ്മുടെ ശ്വസന പ്രക്രിയയിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷെ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. അതായത് മനുഷ്യൻ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് ശരിക്കും സസ്യങ്ങൾ സ്വീകരിക്കുന്നത്. അവർക്ക് ഭൂമിയിൽ നിലനിൽപ്പിന് ആവശ്യമായ, അതായത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കുന്ന ഡ്യൂട്ടി പ്ലാന്റ്സിൻ്റെതാണ്, സസ്യങ്ങളുടേതാണ്. അപ്പോൾ ഈ സസ്യങ്ങൾക്ക് ആഹാരം പാകം ചെയ്യണമെങ്കിൽ കാർബൺ ഡയോക്സൈഡ് കൂടിയേ തീരൂ. അവരുടെ ഈ ഭക്ഷണം പാകം ചെയ്യുന്ന പ്രക്രിയയായ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന പ്രോസസ്സിന് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡിനെ സസ്യങ്ങൾ വലിച്ചെടുക്കുകയും അതിനെ
ഭക്ഷണമാക്കി അല്ലെങ്കിൽ എനർജിയുടെ ഫോമുകളാക്കി മാറ്റി അല്ലെങ്കിൽ ഫുഡായിട്ട് മാറ്റിയിട്ടാണ് നമ്മുടെ ജീവജാലങ്ങളുടെ എല്ലാ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഫോട്ടോസിന്തസിസിന് അത്യാവശ്യമായ ഘടകമാണ് കാർബൺ ഡയോക്സൈഡ്. ഇനി അതുകൂടാതെ തന്നെ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നതിന് കാരണം സൂര്യന്റെ ചൂടിനെ അല്ലെങ്കിൽ സൂര്യതാപത്തെ ആഗിരണം ചെയ്യാൻ കാർബൺ ഡയോക്സൈഡിന് പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ആണ്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ഡ്യൂട്ടിയാണ് സൂര്യന്റെ ചൂടിനെ ഭൂമിയിലേക്ക് ആഗിരണം ചെയ്യുക എന്നുള്ളത്. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നുണ്ട്. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നം, അതായത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണം എന്ന് പറയുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കൂടുന്നത് കൂടുതൽ സൂര്യന്റെ ചൂടിനെ, അതായത് കൂടുതൽ സൂര്യതാപത്തെ ആഗിരണം ചെയ്യാനായിട്ട് കാരണമാക്കി തീർക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ചൂട് ഭൂമി സൂര്യനിൽ നിന്ന് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ സൂര്യന്റെ രശ്മികളിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്ന് കൂടുതൽ ചൂട് വലിച്ചെടുത്ത് നമ്മുടെ ഭൂമിയെ കൂടുതൽ ചൂടാക്കി മാറ്റുന്നതിന്, അതായത് ഭൂമിയിലെ ടെമ്പറേച്ചറിന്റെ അളവ് കൂട്ടുന്നതിന് ഈ കാർബൺ ഡയോക്സൈഡിന്റെ വർദ്ധിച്ചിട്ടുള്ള എമൗണ്ട്, അതായത് നമ്മുടെ ശരീരം നോർമലായിട്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും, അതായത് 1% പോലും നമുക്ക് കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ആവശ്യമില്ല. അല്ലെങ്കിൽ ആ 1%ലാണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് പ്രകൃതി നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സൂര്യപ്രകാശത്തെ ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഭൂമി കൂടുതലായിട്ട് ചൂടാകും. ഈ അവസ്ഥയാണ് ശരിക്കും നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ മഞ്ഞായിട്ട്, അതായത് ഐസ് പാളികളായിട്ട് ഭൂമി നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന ഈ ജലത്തെ, അതായത് ഖരരൂപത്തിലാക്കി ഭൂമി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഐസൊക്കെ ഉരുകുന്നത്. അപ്പോ ആ ഐസ് പാളികൾ ഉരുകുന്നതിന് ഏറ്റവും പ്രധാന കാരണമായി തീരുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ ഐസ് പാളികൾ ഉരുകും. അതിനനുസരിച്ച് ഭൂമിയുടെ വെള്ളത്തിന്റെ ലെവല്, അത് വാട്ടർ ലെവല് ഇൻക്രീസ് ചെയ്യും. അതിപ്പോ നമുക്കറിയാം, ഇന്ന് കാണുന്ന, ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇനി ഇതിൽ കൂടുതലായിട്ട് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നമ്മുടെ ഭൂമിയിൽ കൂടിയാല് അതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഗ്ലോബൽ വാർമിങ്ങിന്റെ റേറ്റും കൂടിക്കൊണ്ടിരിക്കും. ഗ്ലോബൽ വാർമിങ്ങിന്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഭൂമിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളൊക്കെ, അതുപോലെ ഐലൻഡുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് ഒക്കെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നതിന്റെ കാരണം ഇതാണ്. ഇനി അതുപോലെ തന്നെ ഈ കാർബൺ ഡയോക്സൈഡിന്റെ ഈ ഒരു സ്വഭാവത്തെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ നഴ്സറികളിൽ എന്ന് പറയുമ്പം ചെടികളെ വളർത്തുന്ന നഴ്സറികളിലൊക്കെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം സൃഷ്ടിക്കുന്നത് ഈ കാർബൺ ഡയോക്സൈഡിന്റെ ഈ ഒരു പ്രത്യേക സ്വഭാവത്തെയാണ്. അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗേഹ പ്രഭാവം എന്നൊക്കെ പറയുന്നത്, അതായത് സൂര്യന്റെ കൂടുതൽ ചൂടിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നഴ്സറികളൊക്കെ ഈ ഗ്രീൻ ഷീറ്റ് കൊണ്ട് മറച്ചൊക്കെ ചെയ്യുന്നതിന്റെ കാരണം ഈ ഒരു സ്വഭാവത്തെയാണ്. കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാനായിട്ട് പ്ലാന്റിനെ സഹായിക്കാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ കാർബൺ ഡയോക്സൈഡിന്റെ പ്രത്യേകതകളാണ്. നമ്മൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാർബൺ ഡയോക്സൈഡ് ഈ ഭൂമിയിലെ കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കൂടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പുകയൊക്കെയാണ്. വാഹനങ്ങളുടെ പുക, ഫാക്ടറികളിലെ പുക, ഇതൊക്കെ കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ്. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വാതകം, അതായത് നമ്മൾ പറയാറുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ആറ്റങ്ങളോട് കൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബണിന്റെ ഒറ്റ ആറ്റത്തോടു കൂടി. അപ്പൊ ഈ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഒക്കെ പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്ന് അല്ലെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിന്റെ ലെയറിൽ ചെന്നിട്ട്
ഇതിൽ ഏറ്റവും പ്രത്യേകതയുണ്ട്, നമ്മുടെ ഓസോൺ ലെയറിലാണ് ഇതിന്റെ എഫക്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഓസോൺ ലെയറിൽ നിന്ന് ഓക്സിജനെ സ്വീകരിച്ച് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ ആ ഓസോൺ ലെയറിലും വിടവുണ്ടാകുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ അവിടെ കാണുന്ന ഓക്സിജന്റെ ആറ്റത്തെ ഇത് ഈ കാർബൺ മോണോക്സൈഡ് സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആയി മാറും. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിനും അതുപോലെ തന്നെ ഓസോൺ കുറഞ്ഞു പോകുന്നതിനും. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഓസോൺ പാളികളിൽ വിള്ളൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ കാരണമാകുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകതയാണ്. ഇനി മറ്റു വാതകങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ആർഗൺ, ഹീലിയം, മീഥേൻ അങ്ങനെ പലതരത്തിലുള്ള വാതകങ്ങളൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നുണ്ട്. പൊതുവെ നമ്മൾ ഈ വാതകങ്ങളെ കൊണ്ടൊന്നും വലിയ നോർമൽ ആയിട്ടുള്ള ലൈഫിൽ, അതായത് പ്ലാന്റ്സിനോ അല്ലെങ്കിൽ ഇതിനൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കാണാറില്ല. എന്നാൽ ഈ അറ്റ്മോസ്ഫിയറിൽ ഇതിന്റെ എല്ലാം ഈ മീഥൈന്റെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ എമൗണ്ട് കൂടുന്നതിനുള്ള കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിയം, ക്രൂഡ് ഓയിൽ, അതുപോലെ ഗ്യാസ്, അതുപോലെ ഫാക്ടറികളിലെ പുക, പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, നമ്മുടെ ഭൂമിയിലെ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്നത്, അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ഭൂമിയിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന പുകയും മറ്റ് വാതകങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ സ്മോക്ക് ഒക്കെ അധികമായിട്ട്, അതായത് പുകപടലങ്ങളൊക്കെ അറ്റ്മോസ്ഫിയറിൽ വളരെയധികം ഡിഫ്യൂസ് ചെയ്യുന്നതിന്, അതായത് അലിയുന്നതിന് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് കൂടുതലായിട്ട് ഈ വാതകങ്ങളൊക്കെ എത്തിച്ചേരുന്നതിനും പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നതിനും ഒക്കെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ പോലെയുള്ള സംഭവങ്ങളും കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ള ലെയറിൽ അടങ്ങിയിട്ടുള്ള ഓരോ പാർട്ടിക്കിളുമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വാട്ടർ വേപ്പർ എന്തിനാണെന്ന് നമുക്കറിയാം. വാട്ടർ വേപ്പറിന്റെ എമൗണ്ട് വളരെ അത്യാവശ്യമാണ് ക്ലൗഡിന്റെ ഫോർമേഷൻ, അതായത് മേഘങ്ങളുടെ രൂപീകരണത്തിന്. അതായത് നമ്മുടെ ഭൂമിയിലെ വെള്ളം സൂര്യന്റെ ചൂട് കൊണ്ട് അത് ബാഷ്പമായിട്ട് മാറുകയാണ്. ബാഷ്പീകരണ പ്രക്രിയ നടക്കുന്നുണ്ട്. അപ്പൊ ആ ബാഷ്പമായിട്ട് മാറിയിട്ട് ആ വാട്ടർ വേപ്പർ എന്നാണ് നമ്മൾ ആ ഒരു ഫോമിനെ പറയുന്നത്. അതായത് വെള്ളം ബാഷ്പമായിട്ട് മാറിയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നുണ്ട്. ഈ ബാഷ്പം എന്ന് പറയുന്ന ഫോം, അതായത് വാതക രൂപത്തില്, ഈ വാതക രൂപത്തിൽ കാണപ്പെടുന്നത് ഒരുമിച്ച് ചേർന്നിട്ടാണ് മേഘങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ ഈ മേഘങ്ങളായിട്ട് മാറുന്ന പിന്നീട് ഇത് തണുത്ത് മഴയായിട്ട് ഭൂമിയിൽ പതിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനും, അതായത് മഴ പെയ്യുന്നതിനും ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന പ്രക്രിയകളുണ്ട്. അപ്പൊ ഈ വെള്ളത്തിന്റെ ബാഷ്പീകരണം, അതിനുശേഷം അത് വീണ്ടും തണുപ്പിച്ച്, അതായത് അതിന് ഇവാപ്രേഷൻ എന്നും കണ്ടൻസേഷൻ എന്നും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഭൂമിയിലെ കടലിലെയും നദികളിലെയും ഒക്കെ വെള്ളം ചൂടാകുമ്പോൾ അത് ബാഷ്പീകരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുകയും പിന്നീട് അത് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. പിന്നീട് അത് വീണ്ടും തണുത്ത് ഈ വാതക രൂപത്തിലുള്ള വെള്ളം വീണ്ടും അത് തണുത്ത് ബാഷ്പ ബിന്ദുക്കളായിട്ട് മാറി അത് ഒരുമിച്ച് ചേർന്ന് ക്ലൗഡായിട്ട്, അതായത് മേഘങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ടൻസേഷനും അതുപോലെ തന്നെ ഇവാപറേഷനും ഒക്കെ നടക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലാണ്. അപ്പൊ ഈ വാട്ടർ വേപ്പറിന്റെ ഡ്യൂട്ടിയാണിത്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ മഴ പെയ്യ്ക്കുന്നതിനൊക്കെ കാരണമാണ്. ഇനി നമ്മൾ ചിന്തിക്കും ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തിനാണെന്ന്. അപ്പോ ഭൂമിയിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് ശരിക്കും ഈ ക്ലൗഡ് ഫോർമേഷനുള്ള ന്യൂക്ലിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന ഈ പൊടിപടലങ്ങൾക്ക് ചുറ്റുമാണ് ഈ വാട്ടർ വേപ്പേഴ്സ് ഫോം ചെയ്യപ്പെടുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്ന വാതക രൂപത്തിലുള്ള വെള്ളം അല്ലെങ്കിൽ വാതക രൂപത്തിലുള്ള ജലം അത് ഈ പൊടിപടലങ്ങളെ ന്യൂക്ലിയസ് ആയിട്ട് സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ ഈ പൊടിപടലങ്ങൾക്ക് ചുറ്റും പറ്റിപ്പിടിച്ചിട്ടാണ് അത് ബിന്ദുക്കളായിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട അതായത് ഈ ബാഷ്പ ബിന്ദുക്കൾ രൂപീകരിക്കുന്നതിനുള്ള ന്യൂക്ലിയസ് ആയിട്ടും ഈ പൊടിപടലങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിയറിലെ കണ്ടൻസ് എന്ന് പറയുന്നത്. അതായത് വാതകങ്ങൾ, പലതരത്തിലുള്ള വാതകങ്ങള്, അതുപോലെ പൊടിപടലങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ വേപ്പേഴ്സ്, ഇതെല്ലാം ചേർന്നതാണ് അറ്റ്മോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ വായുമണ്ഡലം. അപ്പൊ ഈ വായുമണ്ഡലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അതിന്റെ ലെയേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള ലെയറുകൾ എന്തൊക്കെയാണെന്നും, ഇനി ഇതിന്റെ ഉദ്ദേശം എന്തിനാണ് നമുക്ക് നമ്മുടെ ഭൂമിയിൽ ഈ വായുമണ്ഡലം എന്നൊരു സംഭവം എന്തിനാണെന്നും, അതായത് വായുമണ്ഡലം ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ആയിരിക്കില്ല. കാരണം ജീവന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ, ശ്വസന പ്രക്രിയയ്ക്ക് ആവശ്യമായ വാതകങ്ങളും, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ഈ വായുമണ്ഡലത്തിന്റെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ ഈ വായുമണ്ഡലം നമ്മുടെ ഭൂമിയെ പൊതിഞ്ഞ് സംരക്ഷിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എർത്ത് ഇന്നും യൂണിക് ആയിട്ടും ജീവനുള്ള, അതായത് ലൈഫ് എക്സിസ്റ്റിംഗ് പ്ലാനറ്റ് ആയിട്ട് ഇന്നും നമ്മുടെ ഭൂമി നിലനിൽക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നോർമൽ ആയിട്ടും ഒരു അറ്റ്മോസ്ഫിയർ എന്താണെന്നും അറ്റ്മോസ്ഫിയറിന്റെ ഡ്യൂട്ടി എന്താണെന്നും അറ്റ്മോസ്ഫിയറിന്റെ പലതരത്തിലുള്ള ലെയറുകൾ എന്തൊക്കെയാണെന്നുമാണ് ഈ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി ഇതിന്റെ നോട്ട് തയ്യാറാക്കുക.